ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ക്വീൻസ് ലൂക്ക്. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് അടിപൊളിയായിട്ട് ഇരിക്കുമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ എൻ്റെ ഒരു വീഡിയോ കാണാം അല്ലേ? ഓണം മേക്കപ്പ് വീഡിയോസ് 2-3 ഞാൻ ഇട്ടിരുന്നു. എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരെ പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫേഷ്യലിനെ പറ്റിയിട്ടാണ്. ഒരു കോഫി ഫേഷ്യൽ. കോഫി അടിപൊളി സാധനമാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കോഫി കൊണ്ട് എങ്ങനെ ഒരു ഫേസ് സ്ക്രബും ഒരു ഫേസ് മാസ്കും ഉണ്ടാക്കി നമ്മുടെ സ്കിൻ അടിപൊളിയാക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ എൻജോയ് ദ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു സിമ്പിൾ ഫേസ് വാഷ്, സിമ്പിളിൻ്റെ അല്ല, സെയിൻ ബൊട്ടാണിക്കയുടെ വിറ്റമിൻ സി ഫേസ് വാഷ് വെച്ചിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു ഹോട്ട് ടവൽ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന ഫേസിൽ. ആ പോഴ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവാൻ. നമ്മൾ ഏത് ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പും അങ്ങനെ ഒന്നുകിൽ സ്റ്റീം ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹോട്ട് ടവൽ മസാജ് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമ്മുടെ കോഫി, എന്തൊരു മണമല്ലേ ശരിക്കും കോഫിക്ക്. ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കോഫി പൗഡർ നമ്മുടെ മുഖത്തിൻ്റെ സൈസ് അനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഹണി ഒഴിക്കുക ആവശ്യത്തിന്. കുറച്ച് അതൊന്നും ഒരു കറക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ, അത്രയേ ഉള്ളൂ. 1/2 ടീസ്പൂൺ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, പക്ഷെ കുറച്ചും കൂടെ ഒഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിനേക്കാൾ ഇച്ചിരി കൊണ്ടൊന്ന് ലൂസ് ആവണം, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് സ്ക്രബ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഹണിയും കോഫി പൗഡറും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഫേസിന് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്യുക. പിന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോഫി പൗഡർ ഓൾറെഡി കുറച്ച് പിരി ആണ്. അപ്പം നമ്മൾ നല്ല ഭയങ്കര പ്രഷർ കൊടുത്ത് സ്ക്രബ് ചെയ്യരുത്. സ്കിൻ ഫേസിൽ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ഭയങ്കര ലൈറ്റ് ഹാൻഡഡ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്, അത് ശ്രദ്ധിക്കണം. പിന്നെ ഇത് ഫിസിക്കൽ എക്സ്ഫോളിയേറ്റർ മാത്രമല്ല കേട്ടോ. കോഫി നമുക്കൊരു കെമിക്കൽ എക്സ്ഫോളിയേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് ആസിഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം അങ്ങനെയും പറയാം. ഒരു ഫിസിക്കലി മാത്രമല്ല ഇത് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് കോഫി. അപ്പോൾ നന്നായിട്ട് വെച്ചാൽ പ്രസ് ചെയ്തിട്ടല്ല, നല്ല പതുക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ട് നല്ല വാഷ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് അഗെയിൻ കോഫി പൗഡർ എടുക്കണം. ഇപ്പം തന്നെ എനിക്ക് നല്ല റിഫ്രഷ്ഡ് ആയ പോലെ ഉണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡർ എടുത്തിട്ട് അതിനകത്തേക്ക് ഇനി നമ്മൾ എന്താ ആഡ് ചെയ്യാൻ പോകുന്നുണ്ടോ? കേർഡാണ് കേട്ടോ. കുറച്ച് പുളിയൊക്കെയുള്ള കേർഡായിരുന്നു അത്. കുറച്ച് കേർഡ് ആഡ് ചെയ്യാം. പിന്നെ ടേമറിക് പൗഡർ. ശരിക്കും ഇത് ഗ്ലോയിങ് സ്കിന്നിന് ബെസ്റ്റ് പാക്കാണ് കേട്ടോ. ഇത് കുറച്ച് ടേമറിക് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ടേമറിക് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് എന്നിട്ട് നമുക്ക് അത് നമ്മുടെ ഫേസിലേക്ക് പാക്കായിട്ട് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫൗണ്ടേഷൻ ബ്രഷാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതുപോലെ ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് കൈവച്ച് തന്നെ അപ്ലൈ ചെയ്യാം. പിന്നെ ഞാനിത് നെക്കിലും സാധാരണ ചെയ്യാറുണ്ട്, പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഓർത്തില്ല, ഞാൻ ഹൈ നെക്ക് ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടത്. അപ്പോൾ അത് ഡ്രസ്സിലൊക്കെ ആവും, അതുകൊണ്ടൊരു മെസ്സാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്യാത്തത്. സ്ക്രബ് ചെയ്യുമ്പോഴും ഞാൻ നെക്കിലും കൂടെ സ്ക്രബ് ചെയ്യും. ശരിക്കും നമ്മുടെ ബാക്ക് സൈഡിലൊക്കെ സ്ക്രബ് ചെയ്ത് അവിടെ കറുത്ത അങ്ങനത്തെ പാടൊന്നും വരത്തില്ല. അവിടെയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ആ ഡാർക്ക്നെസ്സും ഒന്നും ഉണ്ടാവത്തില്ല. 20 മിനിറ്റ്സോളം ഞാൻ വെച്ചു കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഓൾമോസ്റ്റ് കുറച്ചൊന്ന് ഡ്രൈ, ഭയങ്കര കട്ടി പോലെ ഡ്രൈ ആവുമല്ല. എന്നിട്ട് വാഷ് ചെയ്തെടുക്കുക. മറ്റ് സാധാരണ പാക്കുകൾ ഇങ്ങനെ വലിയുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇപ്പം അടിപൊളിയായി കേട്ടോ. എന്ത് നല്ല സൂപ്പർ സ്ക്രബും പാക്കും ആണെന്നറിയാമോ ഇത്? അടിപൊളി. അതിനിടയ്ക്ക് ഞാനൊരു വേല ചെയ്തതെന്ന് വെച്ചാലേ, നെയിൽ പോളിഷ് റിമൂവറാണ് അത്. ഫേസ് സ്കാനഡയുടെ അതൊന്നുമില്ല, നമുക്ക് DIY ചെയ്യാവുന്നതേ ഉള്ളൂ. ആ പാത്രത്തിനകത്ത് ഒരു സ്പോഞ്ച് ഫിൽഡ് വിത്ത് നെയിൽ പോളിഷ് റിമൂവറാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് വിരലിട്ടിട്ട് ഇന്നിങ്ങനെ കറക്കി കൊടുത്താൽ മതി, ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും നെയിൽ പോളിഷ്. അതിനിടയ്ക്ക് ഞാൻ അതിന്ന് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞു നമ്മുടെ കോഫി ഫേഷ്യൽ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ടോണർ യൂസ് ചെയ്യണം. ഞാൻ ഫേസ് ഷോപ്പിൻ്റെ ടോണറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പ്ലമ്മിൻ്റെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റേത് ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മറ്റേത് തീർന്നാലോ എന്ന് ചോദിച്ചാൽ ഞാൻ പ്ലം ഗ്രീൻ ടീ ടോണർ യൂസ് ചെയ്ത് തുടങ്ങി. ഇതും കുഴപ്പമില്ല കേട്ടോ, നല്ല ടോണറാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു കോഫി ഫേഷ്യൽ? അടിപൊളിയാണ് കേട്ടോ സംഭവം. ഞാൻ ഇന്നലെയാണ് ഫേഷ്യൽ ചെയ്തത്. ശരിക്കും സൂപ്പർ. ഇന്നൊക്കെ ആയപ്പോഴത്തേക്ക് ശരിക്കും നല്ല സൂപ്പർ ഗ്ലോയിങ് സ്കിന്നായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ എൻ്റെ സ്കിൻ.
അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ഡിസ്ക്ലെയിമർ, എനിക്കിത് സ്യൂട്ടായെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് സ്യൂട്ട് ആവണമെന്നില്ല. അപ്പോൾ കുറേശ്ശെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ കോഫിയും ഹണിയും ഒക്കെയാണ്, അതുകൊണ്ട് വലിയ അലർജിക് റിയാക്ഷൻസ് ഒന്നും അധികം ആൾക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ ടർമറിക് ചിലർക്ക് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കും. സോ അതൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്, സ്റ്റേ ഹെൽത്തി, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഫ്രം ക്വീൻസ് നൂക്ക്. വീണ്ടും കാണാം.